നമസ്കാരം. ഇറാനിലെ പുതിയ സുപ്രീം ലീഡറായ മുജ്തബ ഖമേനിയെ ചുറ്റിപ്പറ്റിയ ആരോഗ്യപരമായ അഭ്യൂഹങ്ങളും മഷ്ഹദിൽ പുറത്തുവന്ന വിവരങ്ങളും സാധാരണ വിവാദമല്ല. മറിച്ച് ഇറാന്റെ ആന്തരിക രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വവും അധികാര പുനർവിന്യാസവും തുറന്നുകാട്ടുന്ന ഗൗരവമുള്ള സൂചനകളാണ്. യുദ്ധവും നേതൃത്വ പ്രതിസന്ധിയും സൈബർ നിയന്ത്രണവും ചേർന്നാണ് ഇപ്പോഴത്തെ ഇറാന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ നിർവചിക്കുന്നത്. അലി ഖമേനി കൊല്ലപ്പെട്ടതിനു പിന്നാലെ അധികാരത്തിലെത്തിയ മുജ്തബ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത് തന്നെ അഭ്യൂഹങ്ങൾക്ക് പ്രധാന കാരണമായി. അദ്ദേഹത്തിന്റെ അഭാവം ഒരു വ്യക്തിപരമായ പ്രശ്നമായി മാത്രം നിൽക്കുന്നില്ല, മറിച്ച് ഭരണകൂടത്തിന്റെ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കിംവദന്തികൾ പരക്കുന്നതിനിടെ ഊഹാപോഹങ്ങൾ സജീവമാക്കി ഒരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വടക്കുകിഴക്കൻ ഇറാനിലെ മഷ്ഹാദിൽ പുതുതായി അനാവരണം ചെയ്യപ്പെട്ട US-ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രത്തിൽ മുജ്തബയുടെ ചിത്രം ഉൾപ്പെട്ടതാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ അനാവരണ ചടങ്ങിൽ IRGCയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ ചിത്രവും ഇതിലുണ്ട്. അനാവരണ ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. നിലവിലെ പരമോന്നത നേതാവ് എന്ന നിലയ്ക്കാകാം മുജ്തബയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് ഭരണനിർവഹണം സാധ്യമല്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ജീവിച്ചിരിക്കുന്നു എന്ന് ഇറാൻ അവകാശപ്പെടുന്ന ഒരാളെ കൊല്ലപ്പെട്ട നേതാക്കൾക്കൊപ്പം ചിത്രീകരിക്കുന്നത് മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹത്തെ സജീവ അധികാര കേന്ദ്രമായി കാണുന്ന ധാരണയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഒരുപക്ഷെ അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന നേതാവ് എന്നതിൽ നിന്നൊരു പ്രതീകം എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടിയായിരിക്കാം ഇത്. മുജ്തബ ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഇറാനിലെ യഥാർത്ഥ അധികാരം എവിടെയാണെന്ന ചോദ്യത്തെയും ഒരേ സമയം ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന സൈനിക ശക്തിയുടെ സ്വാധീനം വളരുന്നുവെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുപ്രീം ലീഡറുടെ സാന്നിധ്യം ക്ഷയിക്കുമ്പോൾ തീരുമാനങ്ങൾ സൈനിക നേതാക്കൾക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും കൈമാറപ്പെടുന്ന പ്രവണത ശക്തമാകുന്നത് ഇറാന്റെ ഭരണഘടനാപരമായ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കും. ഇതൊരു താൽക്കാലിക ക്രമീകരണമോ സ്ഥിരമായ അധികാര മാറ്റമോ എന്നത് വ്യക്തമല്ല എങ്കിലും രാഷ്ട്രീയ ശക്തിയുടെ കേന്ദ്രം മാറുന്നുവെന്ന സൂചന ഇവിടെ വ്യക്തമാണ്. ഇതിനൊപ്പം സൈബർ നിയന്ത്രണം എന്ന ഘടകവും ഈ സംഭവത്തിൽ നിർണായകമാണ്. മുജ്തബയുടെ ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടാത്തത് യാദൃച്ഛികമല്ല. യുദ്ധകാലത്ത് നേതൃത്വം ദുർബലമാണെന്ന സന്ദേശം പുറത്തു പോകുന്നത് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാകാം. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങളെ പൂർണ്ണമായി നിഷേധിക്കാതെയും സ്ഥിരീകരിക്കാതെയും ഒരു അനിശ്ചിതാവസ്ഥ നിലനിർത്തുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ആഭ്യന്തര തലത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതത്വം നിലനിർത്തുന്നതിനും ഒരേ സമയം സഹായിക്കും. ഇതെല്ലാം നടക്കുന്നത് ഇറാൻ ഒരു വലിയ ജിയോപൊളിറ്റിക്കൽ സംഘർഷത്തിന്റെ നടുവിലായിരിക്കുമ്പോഴാണ് എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ ഒരു നേതാവിന്റെ അഭാവം രാജ്യത്തിന്റെ നയതന്ത്ര നിലപാടുകളെയും സുരക്ഷാ തന്ത്രങ്ങളെയും നേരിട്ട് ബാധിക്കും. സമാധാന ചർച്ചകൾ മുതൽ യുദ്ധതന്ത്രങ്ങൾ വരെ എല്ലാത്തിലും ഒരു വ്യക്തമായ നേതൃത്വത്തിന്റെ അഭാവം അനിശ്ചിതത്വം സൃഷ്ടിക്കും. അതേസമയം ഈ ശൂന്യത തന്നെ ചില ശക്തികൾക്ക് അധികാരം കേന്ദ്രീകരിക്കാൻ അവസരമായി മാറുകയും ചെയ്യും. മുജ്തബ ഖമേനിയുടെ ആരോഗ്യത്തെ ചുറ്റിപ്പറ്റിയ അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഏറെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ഇറാനിലെ നേതൃത്വ പ്രതിസന്ധി, സൈനിക ശക്തിയുടെ ഉയർച്ച, സൈബർ നിയന്ത്രണത്തിന്റെ രാഷ്ട്രീയം, ഭാവിയിലെ അധികാര ഘടന എന്നിവയെക്കുറിച്ചുള്ള ചർച്ച. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒരു വാർത്തയായി മാത്രം കാണാനാവില്ല, മറിച്ച് ഇറാൻ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ നിർണായക സൂചനയായാണ് കാണേണ്ടത്.